ഇപ്പൊ പലർക്കുള്ള ഡൗട്ടാണ് നെവിൻ അഭിഷേകിന്റെ പാർട്ണറാണ്. ദൈവമേ, നെവിന് PR വർക്ക് ഇല്ല എന്നാണ്. ഇല്ല നമ്മള് ഫ്രണ്ട്സും ഫാമിലിയാണ് അവന്റെ സപ്പോർട്ടും PR. വേദലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ആദില നൂറയെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളത്. കണ്ടസ്റ്റന്റിന് ഉപരി ഒരു നല്ല വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നെവിൻ അടിച്ചാൽ മാത്രമാണ് അങ്ങനെ ഒരു ടോക്ക് വരാതെ ഒരു ഡിസേർവിംഗ് എന്നുള്ളത് വരുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ. ഇപ്പം ജാസ്മിൻ ഗബ്രി ബന്ധം ഞാൻ രണ്ടുപേരെയും ഫോളോ ചെയ്യുന്നില്ല. എനിക്ക് രണ്ടുപേരെ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നു. എന്താണ് മസ്താനിയോട് ഇത്ര ദേഷ്യം? എല്ലാവരുടെയും ഇങ്ങനെ പാസ്റ്റും ഇതും ഒക്കെ പറയുന്ന ഒരു സ്വഭാവം. പിന്നെ പറയുന്നു നമ്മളെ എല്ലാ കമ്മ്യൂണിറ്റിക്കാരെയും വിളിച്ച് അവര് കമ്മ്യൂണിറ്റി ബേസ്ഡിൽ ഇന്റർവ്യൂ ചെയ്തിട്ട് എനിക്കിത് നോർമലൈസ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അങ്ങനെ അപ്പൊ പൈസ ഉണ്ടാക്കാൻ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു കുഴപ്പമില്ല, പക്ഷെ നോർമലൈസ് ചെയ്യാനും ഇതിനും മസ്താനിക്ക് പറ്റൂല. 3rd വീക്കിൽ എന്നെ എവിക്ട് ചെയ്ത് വിടുമ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതിലേക്ക് ഓടും. നമ്മുടെ കാരവാൻ ഉണ്ടല്ലോ, കാരവാനിൽ അവിടെ ഫുഡും ജ്യൂസും കുറെ ഇത് വെച്ചിട്ടുണ്ട്. അതിന് ഓടിപ്പോയി ഇങ്ങനെ പ്രാന്തന്നെ പോലെ അതൊക്കെ എടുത്തിട്ട് തിന്നുകയാണ്, അത്ര വിശന്നിട്ട്. വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എന്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അഭിഷേക് ജയദീപ് ആണ്. വെൽക്കം ബാക്ക് ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയാണ് അഭിഷേക് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഒരു മോഡലിംഗ് കമ്പനി ഉണ്ട്, ഐബാവൻ എന്ന് പറഞ്ഞിട്ട്. ഐബ അബി തിരിച്ചിട്ട നെവിന്റെ നെവ്, ഞാനും നെവിനും ഈ സീസണിലെ നെവും കൂടിയിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രോഗ്രാംസിലോട്ട് ഇപ്പൊ ലുലു ഫാഷൻ വീക്ക് നമുക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ ഇനി പ്രോഗ്രാംസ് നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിശേഷങ്ങൾ ഉണ്ട്, അത് നടക്കുമ്പോ പറയാം. എന്തും നടന്നു കഴിഞ്ഞ് പറയുന്നതാ നല്ലത്. അതെ 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 അതെ. ഓക്കെ, ഇപ്പം നെവിൻ ബിഗ് ബോസിലെ നെവിൻ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ പലർക്കുള്ള ഡൗട്ടാണ് നെവിൻ അഭിഷേകിന്റെ പാർട്ണറാണ്. ദൈവമേ, അത് അവൻ കേക്കണ്ട, ചെരിപ്പൂരി അടിക്കും. ഇല്ല, ഒരിക്കലല്ല. നമ്മള് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്, തിക് ഫ്രണ്ട്സ് ആണ്. അതിനുപരി ഒന്നുമില്ല. പാർട്ട്ണറാണ്, മറ്റേ കമ്പനി പാർട്ട്ണറാണ്. അല്ലാത്ത പാർട്ട്ണർഷിപ്പ് ഞങ്ങളില്ല. ഓക്കെ, അപ്പൊ ജാൻമണിയായിട്ട് എന്താണ് ശരിക്കുള്ള ബന്ധം? എന്റെ ജാൻമുനിയായിട്ട് ഇതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ്. നമ്മള് വീഡിയോസ് ഒക്കെ വരുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഇവന്റ് കോമൺ ആയിട്ട് വരും. ഇപ്പൊ രണ്ടുപേരും നമ്മളിപ്പോ ഫാഷൻ കമ്പനി എനിക്കുണ്ട്, അതുപോലെ ജാൻമുനി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോ ഫാഷൻ ഷോസിലാണ് നമ്മൾ കാണുന്നത് ഒരുമിച്ച്. പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് ഒരുമിച്ച് ഇത് ഹിറ്റ് ആയപ്പോ ഇനോഗ്രേഷൻസിന് ആൾക്കാരെ വിളിക്കുന്നു. അപ്പൊ പോകുമ്പോ എടുക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. അല്ലാണ്ട് അതിലുപരി നമ്മളൊരു അതിനൊന്നുമില്ല. പിന്നെ നല്ല ഫ്രണ്ടാണ്, എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാറുണ്ട്, എന്തെങ്കിലും ആവശ്യം വരുമ്പോഴും ഒക്കെ വിളിക്കാറുണ്ട്. അതിനുപരി ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, ഇപ്പം പുറത്തു പോകുമ്പോഴാണെങ്കിലും അഭിഷേക് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ ബിഗ് ബോസ് സീസൺ ആണല്ലോ, അപ്പൊ ബിഗ് ബോസിലുള്ളവരൊക്കെ ട്രെൻഡിങ് ആയിരിക്കും. പോകുന്ന സമയത്താണേലും ഓൺലൈൻ മീഡിയാസിന് ബൈറ്റ് കൊടുക്കുന്ന സമയത്താണേലും പറയുന്ന ഒരു കാര്യമാണ് നെവിന് PR വർക്ക് ഇല്ല എന്നുള്ളത്. അത് സത്യമാണ്. അതെ, ഉറപ്പായിട്ടും. PR വർക്ക് കൊടുക്കാൻ നെവിന്റെ കരിയറിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. നെവിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയാം. അപ്പൊ അവന്റെ അടുത്ത് ആക്ച്വലി ഭയങ്കര കഷ്ടപ്പാടിലൂടെയാണ്. അവനാണ് വീട് മൊത്തം നോക്കുന്നത്. അവനൊരു ചെറിയൊരു സാലറി ഉള്ളൂ, അതിൽ അമ്മേനെ നോക്കണം, സിസ്റ്ററിന്റെ പഠിപ്പിക്കണം, അതൊക്കെ ഉണ്ട്. അപ്പൊ അവൻ അങ്ങനെ PR ചെയ്യാനുള്ളതില്ല. നമ്മൾ ചോദിച്ചിരുന്നു ആസ് എ ഫ്രണ്ട്സ്, ഞാന് അപ്സര ചേച്ചിയൊക്കെ ഫ്രണ്ട്സ് ആണ്, നിനക്ക് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നമ്മളെ കഴിയുന്നത് സഹായിക്കാന്ന് പറഞ്ഞപ്പോ ഇല്ല, അത് പിന്നീടും അതൊരു കടവും ഇതുമായിട്ടൊരു ഇതാവുമല്ലോ, അത് വേണ്ട എന്ന്. നമ്മള് ഫ്രണ്ട്സും ഫാമിലിയാണ് അവന്റെ സപ്പോർട്ടും PR-ഉം. അത് വെച്ച് അവൻ ഇപ്പം ഫൈനൽ 5-ൽ എത്തി എന്ന് പറയുമ്പോ ഭയങ്കര പ്രൗഡാണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറെ പേര് നല്ല രീതിക്ക് PR വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഇതുമില്ലാതെ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി നെവിൻ എത്താന്ന് പറഞ്ഞാൽ, നെവിൻ എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് കേട്ടോ. ഞാൻ അഭിഷേക് വന്നോട്ട് പറയല്ല, പക്ഷെ എനിക്ക് നെവിന് കപ്പടിച്ചാൽ കൊള്ളാന്നുണ്ട്. നെവിന്റെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. നെവിൻ ഇപ്പൊ നമ്മുടെ ഒപ്പം ട്രിപ്പ് ഒക്കെ വരുമ്പോ നമ്മള് പറയും ബിഗ് ബോസില് പോവേണ്ട ഒരാളാണ് നീ എന്ന് നമ്മളെല്ലാരും പറഞ്ഞ് അങ്ങനെ അവിടെ എത്തി, ഇപ്പൊ ഫൈനലിൽ എത്തി. അതാണ് ബിഗ് ബോസ് സീസൺ 7-ലെ ഏറ്റവും എന്റർടൈനിങ് കണ്ടസ്റ്റന്റ് ആണ് നെവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫാമിലി വീക്ക് ഒക്കെ ആയപ്പോ എന്തുകൊണ്ടാണ് അഭിഷേക് പോവാതിരുന്ന? ഒരു ഫ്രണ്ട് ആണല്ലോ. ഞാൻ അങ്ങോട്ട് എനിക്ക് ആണെങ്കിൽ നെവിനോട് ഇങ്ങനെ ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഒരു ഗ്യാപ്പ് വന്നപ്പോ എനിക്കായാലും അവനോട് സംസാരിക്കണം. ഞാൻ എന്നിട്ട് അവന്റെ വാട്സാപ്പില് ഓരോ ദിവസത്തെ കാര്യം ഞാൻ അവന് വാട്സാപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ വല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട്, അപ്പൊ അവൻ ഇനി അത് വീട്ടിൽ ചെന്നിട്ട് വായിക്കാം. അപ്പൊ എനിക്ക് പോണെന്ന് ഭയങ്കര, ഞാൻ അഞ്ജന നമ്പ്യാറിനെ കോണ്ടാക്ട് ചെയ്തപ്പോ അവര് പറഞ്ഞു എക്സ് സീസണിലെ കണ്ടസ്റ്റൻസ് പറ്റില്ല, പക്ഷെ സ്റ്റിൽ ദിയാസന അവര് എല്ലാരും പോയി. അത് ചുമ്മാ ഒരു ലെയിം ആയിട്ടുള്ള എക്സ്ക്യൂസ് ആയിരിക്കും. അതെനിക്ക് ഭയങ്കര വിഷമമായി. അവൻ എന്നെ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ അവരുടെ ഫാമിലിക്ക് പോകാൻ പറ്റി. പക്ഷെ സ്റ്റിൽ
ഇനിയിപ്പോ 2 ദിവസം കൂടി അല്ലേ കാണാമല്ലോ. അതെ അതെ, ഈ 2 days ആള് ഇങ്ങോട്ട് എത്തും. എനിക്ക് നാളെ എത്തുന്ന തോന്നുന്നു. ഇല്ല, മറ്റന്നാൾ എത്തും. എവിടെ? കൊച്ചിയിലെത്തും. ഓക്കെ, അപ്പം ഈ പറയുന്ന നെവിന്റെ വരവ് കാത്തിരിക്കുകയാണ്. ഇനിയിപ്പം വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഫാഷൻ കമ്പനിയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട്. അതെ അതെ, ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പം മുന്നത്തേക്കാളും ആൾക്കാർ വരും, നമ്മുടെ ഷോസ് കൂടുതൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നടക്കട്ടെ. ഓക്കെ, ഇപ്പം ബിഗ് ബോസ് പ്രോഗ്രാം തന്നെ എടുക്കാന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇപ്പം അനുമോള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രാമയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഡ്രാമയല്ല, അനുമോൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വന്നിരിക്കുക. കാരണം ഒരു വീട്ടിലെ ഒരു കുട്ടിയെ ഒരു കുലസ്ത്രീ പോലെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വോട്ട് കിട്ടും. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതും PR-ന്റെ ആവശ്യമില്ലാതെ തന്നെ. ഇപ്പൊ എന്റെ അമ്മൂമ്മയൊക്കെ ഈ സീരിയൽ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അമ്മൂമ്മ നെവിനെ പേഴ്സണൽ അറിയാം. നെവിൻ എന്നും എന്റെ വീട്ടിൽ വരുമ്പോ അമ്മൂമ്മ നെവിനെ കാണുന്നുണ്ട്. എന്നിട്ട് കൂടി എന്റെ അമ്മൂമ്മ അന്ന് വെള്ളം ഒഴിച്ച സമയത്ത് എന്റെ പാവ അനുമോളെ എന്തിനാ വെള്ളം ഒഴിച്ചേ, ഒരു എന്റെ മാനസപുത്രിയായിട്ടാണ് അനുമോളെ എല്ലാരും വെച്ചിട്ടുള്ളത്. അപ്പൊ അത് നല്ലപോലെ വർക്ക്ഔട്ട് ആയതുകൊണ്ടാണല്ലോ ഇപ്പം ടോപ്പില് നിൽക്കുന്നത്. ഒരു പ്ലാനാണ്. ഇപ്പം ഈ ഒരു സീസണില് ഭയങ്കര വിവാദം ഉണ്ടാക്കിയ ഒരു ലേഡി കണ്ടസ്റ്റന്റ് ആണ് വേദലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പം വേദലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ആദില നൂറയെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളത്. അപ്പം ആ ഒരു പരാമർശം നടത്തി വേദലക്ഷ്മി കുറെ ദിവസം അവിടെ നിൽക്കുകയും ചെയ്തു. അപ്പം എന്താണ് അഭിഷേക് എന്ന് പറയുന്ന ആൾക്ക് ആ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി പറയാനുള്ളത്? വേദലക്ഷ്മി വേറെ അതിലൊന്നും കൊടുത്തിട്ടില്ല, വേറൊരു ആശയവും കൊടുത്തിട്ടില്ല. വേദലക്ഷ്മിക്ക് നല്ല പോലെ അറിയാം അങ്ങനെ പറഞ്ഞാലേ അവർക്ക് നിൽക്കാൻ പറ്റും. കാരണം അത് മുന്നിലുള്ള സീസണിൽ നമ്മൾ കണ്ടത് ആ ഒരു, കാരണം ഓൾറെഡി ഹേറ്റഡ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനെതിരെ പറയുമ്പോൾ കൈയടിച്ച് എത്രയോ പേരെ നിർത്തും. പക്ഷെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് അതിലെ 100 days ഇത്രയും ഹേറ്റഡ് ഉള്ള കമ്മ്യൂണിറ്റി വെച്ച് നിൽക്കുമ്പോൾ അത് ഓൾറെഡി അവർ വിന്നേഴ്സ് ആയി. ഇവളിത് പറഞ്ഞിട്ട് പോലും 70 days അവർക്ക് ഔട്ട് ആവേണ്ടി വന്നു. വേറെ ഒന്നുമില്ല, വേറെ ഒരു കണ്ടന്റ് ഒരു ഇല്ല എന്നല്ലാതെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവരൊരു കണ്ടസ്റ്റന്റിന് ഉപരി ഒരു നല്ല വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് അവരുടെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം, അത് മാറ്റി പറയുന്നു, പിന്നെ വീണ്ടും പറയുന്നു, പിന്നെ പുറത്തിറങ്ങിയപ്പോ സപ്പോർട്ടാന്ന് പറഞ്ഞപ്പോ വീണ്ടും പറയുന്നു. ഒരു അന്തവും ഒന്നും ഇല്ലാത്ത ഒരു ലേഡി ആയിട്ട് തോന്നി. ആണല്ലേ? ഓക്കെ, ഇപ്പം ബിഗ് ബോസിലെ തന്നെ നോക്കാന്നുണ്ടെങ്കിൽ അനീഷ് ഒരു കോമണർ ആണ്. അപ്പം ഈ ഒരു സീസണില് നമുക്ക് ആഗ്രഹം നമ്മുടെ നെവിൻ കപ്പടിക്കണം, പക്ഷെ എന്നാലും എല്ലാവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് അനീഷ് കപ്പടിക്കും എന്നുള്ളതാണ്. അങ്ങനെ അനീഷ് കപ്പടിച്ചു കഴിഞ്ഞാൽ അടുത്ത ജിൻഡോ ആകുമോ അനീഷ്? ഉറപ്പായി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അനീഷ് നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്, പക്ഷെ കുറെ ക്രിഞ്ചായിട്ടുള്ള ഒരുപാട് ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതായിട്ടൊന്നും തോന്നുന്നു. പിന്നെ ടാസ്കുകളായാലും എനിക്ക് തോന്നുന്നു അങ്ങനെ കുറെ വിജയിച്ചിട്ടൊന്നുമില്ല. പുള്ളി ഒരു പഴയ ബിഗ് ബോസുകളെല്ലാം കണ്ടത് ഇറക്കി, അത് വിജയിച്ചു, അത് പുള്ളിയുടെ ഒരു കഴിവ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി പിന്നീട് അത് ഉറപ്പായിട്ടും ഇപ്പം ജിൻഡോ ജയിക്കുന്ന സമയത്ത് എല്ലാവരും ജിൻഡോ ചേട്ടനെ ഭയങ്കര, ഞാനിപ്പോ പുറത്തിറങ്ങുമ്പോ ആ ടൈമിൽ എല്ലാവരും എൻ്റെ അടുത്ത് ജിൻഡോ ചേട്ടനോട് അന്വേഷണം പറയണം, പുള്ളിനെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ എല്ലാം മാറി ഒരു ഇതായി. അതുപോലെ വരുമായിരിക്കും. ഇപ്പൊ ഈവൻ ഇപ്പൊ അനുമോള് കപ്പടിച്ചാലും PR കപ്പ് എന്നല്ലേ പറയുള്ളൂ, അല്ലാതെ ഒരു വാല്യൂ ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ളതില് നെവിൻ അടിച്ചാൽ മാത്രമാണ് അങ്ങനെ ഒരു ടോക്ക് വരാതെ ഒരു ഡിസേർവിംഗ് എന്നുള്ളത് വരുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ PR എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബിഗ് ബോസ് ഷോ നശിപ്പിക്കുന്നു. അതായത് ജനങ്ങൾ വിധിക്കുന്ന ആളല്ല വിന്നർ ആവുന്നത്, അല്ല മീൻസ് വിചാരിക്കുന്ന ആളല്ല ഔട്ടായി പോകുന്നത്. സോ PR ടീം ഈ ഒരു പ്രോഗ്രാമിനെ നശിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. അത് പക്ഷെ അവർക്ക് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന PR ഒരാൾ പേഴ്സണലി കൊടുക്കുക എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും ഇതുണ്ട്. ഈ സീസണിലാണ് അത് തുറന്ന് പറഞ്ഞ് ഇത്രയധികം വിവാദമായത്. ഇപ്പൊ അനുമോളുടെ വിനു PR വന്ന് മീഡിയാസിന് ഇന്റർവ്യൂസ് കൊടുത്തു തുടങ്ങി. PR ആണ് ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. അതുപോലെ ശൈത്യ റീ എൻട്രിയിൽ കയറിയിട്ട് എല്ലാം റിവീൽ ചെയ്തു. ശൈത്യ വരെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, 1.5 ലക്ഷം അച്ഛൻ്റെ എണ്ണി മേടിച്ചെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ കക്കണം, എന്നിട്ട് കക്കാൻ പഠിച്ചാൽ നിക്കാൻ പഠിക്കണം എന്ന് പറയും. ഇത് അതില്ലാതായി പോയി ഈ സീസണിൽ. മുന്നത്തെ സീസണിൽ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഇപ്പം അർജുൻ ആയിക്കോട്ടെ, അവരൊക്കെ നല്ല ഗെയിമേഴ്സ് ആയിട്ടോ, ഞാൻ മോശം പറയുമല്ല, ചെയ്തിട്ടുണ്ട് എല്ലാവരും. ജിൻഡോ ചേട്ടൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സീസണിൽ അത് ഇത്രയും ചർച്ചയാവാൻ കാരണം ഇവരത് തുറന്ന് പറയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഒരു സീസൺ ഉണ്ടാവുമെന്ന് പോലും സംശയം. വളരെ, അതായത് സീസൺ 6 വരെ നമുക്ക് ആര് ഔട്ട് ആവുന്നോ എന്താവുന്നു ഒരു പ്രഡിക്ഷൻ പോലും ആർക്കും ഇല്ല. നമ്മൾ എക്സൈറ്റ്മെന്റോടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് കാണുന്ന നമ്മള് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് പോലും ഞാൻ കാണുന്നില്ല. ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്, ഞാൻ കാണുന്നില്ല. കാരണം വി നോ ആര് ഔട്ടായി പോകുന്നുള്ളത്. അതെ, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുന്നത്തെ സീസൺസിലും എവിക്റ്റഡ് ആരാന്ന് പറയലുണ്ടായിരുന്നു.
പക്ഷെ PR എന്നുള്ളൊരു ഇത് ഏറ്റവും ചർച്ചയായത്. അല്ല ഇവറ്റ് ആരാന്ന് പറയെങ്കിലും ഇത്രയും ഓഡിയൻസിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല അത് ഒരു എല്ലാവർക്കും എക്സൈറ്റഡ് ആയിട്ട് ആര് ഔട്ട് ആവുന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് നോർമൽ ആയിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പത്തെ നോർമൽ പ്രേക്ഷകർക്ക് അതില്ല. കാരണം പ്രോഗ്രാം കാണാൻ പോകുന്ന ആളുകൾ തന്നെ ഞങ്ങൾ പ്രോഗ്രാം കാണാൻ പോയി. ഇപ്പം സീസൺ 6 വരെ ആരാണ് ഡയറക്ടർ, ആരാണ് ആ പ്രോഗ്രാമിന്റെ പിന്നിലുള്ള ആൾക്കാർ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ എല്ലാരെയും അറിയാം. ഇപ്പം ഈ ഡയറക്ടർ സർഗോ ആണ്, ഇത് ഇന്ന ആളാണ്, എഡിറ്റർ ഞങ്ങളാണ്, ഞങ്ങൾ 7 വർഷമായിട്ട്. കാരണം ബിഗ് ബോസ് ആരാന്ന് പോലും ഉള്ള ഒരു ഇൻഫോർമേഷൻ, അല്ലെ പ്രോഗ്രാം നടക്കുന്ന വെന്യൂ പോലും എവിടെയാണെന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. കാരണം അത്രയും സീക്രട്ട് ആയിട്ടായിരുന്നു ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. അതൊരു ഭയങ്കര സസ്പെൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഫിനാലെ പോലും കാണാൻ മടിക്കുന്ന രീതി, കാരണം എല്ലാവർക്കും എല്ലാം അറിയാം, പ്രൊഡിക്ട് ചെയ്ത ആ ഒരു രീതിയിൽ എല്ലാവർക്കും അറിയാം. ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോയി. സോ അഭിഷേകിന് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, അത് അങ്ങനെ വരുമ്പോ ഇനിയുള്ള ഒരു സീസൺ വരുമ്പോ ആൾക്കാർ എന്താ പറയാ, നമ്മളൊന്നും വോട്ട് ചെയ്യുന്നില്ല, കാണുന്നില്ല. കാരണം PR കൂടുതൽ കാശ് ആര് വെക്കുന്നു അയാള് ജയിക്കണു, എല്ലാം പോയി. ആ ഒരു ഷോന്റെ ഒരു എന്താ പറയാ, ഒരു കോൺഫിഡൻഷ്യാലിറ്റി ആണ് ആ ഷോനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ബിഗ് ബോസ് ആരാന്നറിയില്ല, വോയിസ് മാത്രം നമ്മൾ കേൾക്കുന്നു. ഇപ്പൊ ആർക്ക് ഗൂഗിളിൽ അടിച്ചാലും ആ മുട്ടത്തലയുള്ള ചേട്ടന്റെ ഫോട്ടോ ബിഗ് ബോസിന്റെ വരും, എല്ലാം പുറത്തു വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സസ്പെൻസ് ഫാക്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി അവര് അത്രയും നല്ല ഇനിയൊരു എന്താ പറയാ എല്ലാ പഴയരെ വെച്ചിട്ട് ചെയ്യത്തില്ല. അൾട്ടിമേറ്റ് ഒക്കെ കൊണ്ടുവന്നാൽ മേ ബി ഒരു അതുണ്ടായി. പക്ഷെ അതിലും ഈ PR-ന്റെ ഗെയിം തന്നെയായിരിക്കും. അതായത് എല്ലാ സീസണിലെ കണ്ടസ്റ്റൻസിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഐ തിങ്ക് വിന്നേഴ്സ് അല്ലാതെ ഒരു ഫൈനലിലൊക്കെ എത്തിയ പോലത്തെ ആൾക്കാരെല്ലാരും കൂടി കോമ്പറ്റ് ചെയ്യുമ്പോ ഒരു തമിഴിലും ഹിന്ദിയിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇനി ഇതില് വരുന്നു എന്ന് ഞാൻ എന്തോ ഒരു റൂമർ കേട്ടു. സാധാരണ അത് സീസൺ 10-ലല്ലേ വരുന്നത്? അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. തമിഴില് വന്നല്ലോ, 10-ന് മുന്നേ വന്നല്ലോ. ഓക്കെ. ഇപ്പം അഭിഷേക് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ പറയുമ്പോഴും പക്ഷെ അഭിഷേക് എപ്പോഴും ഭയങ്കര കാമായിട്ടാണ് ശക്തമായിട്ടുള്ള നിലപാടുകൾ പറയുന്നത്. സോ പക്ഷെ ബിഗ് ബോസിൽ നമ്മൾ കണ്ട വ്യക്തി വേറെയാണ്. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം വേറൊന്നുമല്ല, ബിഗ് ബോസിലുള്ളവര് ബിഗ് ബോസിലൊരു ക്യാരക്ടർ, പുറത്തിറങ്ങുമ്പോ വേറെ ക്യാരക്ടറാണ്. അതെന്താണ് അങ്ങനെ? അത് ബിഗ് ബോസിനകത്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ രേണുസുതിക്ക് എന്ത് പറ്റി? എനിക്ക് രേണുസുതിയായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പോയപ്പോ രേണുസുതി സ്റ്റക്കായി. ആ പഴയ സുധിച്ചേട്ടൻ മരിച്ച ഡിപ്രഷൻ സമയത്തേക്കൊക്കെ പോയി എന്നാണ് പുള്ളി പറയുന്നത്. സെയിം ആയിരുന്നു എനിക്ക് സംഭവിച്ചത്. അതിനകത്ത് എത്തിയപ്പം എനിക്ക് തോന്നുന്നു ഈ വട്ടം കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്യുന്ന നല്ല മെമ്പേഴ്സ് ആയിരുന്നു. കുറച്ചുകൂടി ഇപ്പൊ നെവിൻ ഇത്ര ഫെമിനിൻ ക്യാരക്ടർ ആയിട്ടും നെവിനെ വളരെയധികം എല്ലാരും ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. നമ്മളവിടെ നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ വളരെ മോശമായിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു. ആരും നമുക്ക് കൂട്ടില്ല. ഞാൻ ഭയങ്കര ഐസൊലേറ്റഡ് ആയിപ്പോയി. ആ സമയത്ത് ഫുഡില്ല, ഉറക്കമില്ല, എല്ലാം കൂടി. രേണുസുതി പറഞ്ഞ പോലെ എനിക്കൊന്ന് ഇറങ്ങിയാൽ മതി. ആ 3rd വീക്കിൽ എന്നെ എവിക്റ്റ് ചെയ്ത് വിടുമ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതിലേക്ക് ഓടുക. നമ്മുടെ കാരവാൻ ഉണ്ടല്ലോ, കാരവാനിൽ അവിടെ ഫുഡും ജ്യൂസും കുറെ ഇത് വെച്ചിട്ടുണ്ട്. അതിന് ഓടിപ്പോയി ഇങ്ങനെ പ്രാന്തന്നെ പോലെ അതൊക്കെ എടുത്തിട്ട് തിന്നുകയാണ്. അത്ര വിശന്നിട്ട്. ഇപ്പൊ നെവിൻ കട്ട് തിന്നണ പോലെ എനിക്ക് കട്ട് തിന്നാൻ എനിക്ക് പറ്റില്ലായിരുന്നു ആ ടൈമില്. അപ്പം അത് ഓരോരുത്തർക്ക് അതിന്റെ ഉള്ളിൽ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് എഫക്ട് ആവും. പിന്നെ ഒരു ക്ലോസ്ഡ് സ്പേസ് ആണ്. ഞാൻ അങ്ങനെ ഒരു സ്പേസിൽ ഇതുവരെ നിന്നിട്ടില്ല. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് ഒന്ന് പുറത്തു പോകും, ഹോട്ടലിൽ പോയി ചില്ല് ചെയ്താൽ നമ്മുടെ അത് മാറും. ഇത് നമ്മൾ ഡിപ്രസ്ഡ് ആയ നെക്സ്റ്റ് ഡേ വീണ്ടും അതിനെക്കാട്ടും ഡിപ്രസ്ഡ് ആക്കാനുള്ള ഒരു ടാസ്ക് ബിഗ് ബോസ് തരും. മോർണിംഗ് ടാസ്കിൽ എല്ലാരെയും വിളിച്ചിരുത്തി നമ്മളെ കുറ്റം പറയുന്ന രീതിയിലാക്കും. 3-ാമത്തെ ദിവസം അതിന്റെ മേലെ കൊണ്ടിടും. 4-ാമത്തെ ദിവസം നമുക്ക് ഇറങ്ങി ഓടിയാൽ മതി എന്നാവും. അപ്പൊ അത് ഓരോരുത്തർക്കും എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള പോലെ ഇരിക്കും. ഇപ്പൊ രേണുസുതി പുറത്ത് എന്ത് വൈബ്രന്റ് ആയി നിൽക്കുന്ന ആൾ അതിനകത്ത് പോയി ഭയങ്കര ഒതുങ്ങിപ്പോയില്ലേ. അതാണ്. അപ്പൊ ഓരോ ക്യാരക്ടർ ഓരോ സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. പക്ഷെ പിന്നെ എനിക്ക് ആ ടൈമിൽ എനിക്ക് ഒന്നും അറിയില്ല. മീഡിയ എന്താ അറിയില്ല, ഇതുപോലെ ക്യാമറ ഒന്നും അറിയില്ല. ഇപ്പൊ 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് എന്താണ് എന്നുള്ളൊരു ഇത് വന്നത്. ഇപ്പളാ പോകുന്നത് വെച്ചാൽ പിന്നെ എനിക്ക് തോന്നുന്നു പറ്റുമെന്ന്. ഇപ്പം അഭിഷേക് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈവില് ഒരുപാട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ലൈവ് ബിഗ് ബോസ് ഇടുന്നത് എന്നുള്ളത്. അത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്താണ് കാരണം? എന്റെ അമ്മ 24 hours ലൈവ് കാണുന്ന ഒരാളായിരുന്നു. ഞാൻ വന്നപ്പോ എന്റെ ഒരു മേജർ കാര്യങ്ങൾ ചോദിച്ചപ്പോ അതൊന്നും തന്നെ കണ്ടിട്ടില്ല. അതില് തന്നെ പല കാര്യത്തിന്റെയും ഒരു സൈഡേ കാണിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഒരു വ്യക്തി പറയുന്നു, അതിന്റെ മറ്റേ സൈഡ് കാണിക്കുന്നില്ല. അപ്പം പിന്നെ ഈ വട്ടം ഇപ്പൊ പ്രവീൺ വന്നപ്പോ പ്രവീൺ പറഞ്ഞു കുറെ കാണിച്ചിട്ടില്ല. എന്നെ എവിക്റ്റ് ആയ എല്ലാരും എന്നെ വിളിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് അറിയില്ല. ചിലപ്പോ നെവിൻ പറഞ്ഞു വേണ്ടിട്ടാ വിളിക്കുന്നത്.
അപ്പൊ അവരൊക്കെ പറയുന്നത് നമ്മുടെ ഇതൊന്നും കാണിച്ചില്ല, അത് കാണിച്ചില്ല. അത് ഒബ്വിയസ്ലി അവരെന്ത് കാണിക്കണം, ഇപ്പൊ 24 hours ലൈവ് ഉണ്ടെങ്കിലും അതിനകത്ത് ഇത്ര ക്യാമറാസ് ഉണ്ട്, അതിൽ ഏത് ക്യാമറ കാണിക്കണം, ആരെ കാണിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഏഷ്യാനെറ്റാണല്ലോ. അതുപോലെ ഇരിക്കും. അതെ. ഇപ്പം ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആണ്. സോ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ ജാൻമണി എന്ന് പറയുന്ന ആള് മാത്രമാണ് ഇപ്പൊ അഭിഷേകിന്റെ ഫ്രണ്ട് ആയിട്ട് കൂടെയുള്ളത്. പക്ഷെ അവിടെ നിന്ന സമയത്ത് ഒരുപാട് സൗഹൃദങ്ങൾ അഭിഷേകിനുണ്ടായിരുന്നു. ഇപ്പൊ ആ സൗഹൃദങ്ങളൊന്നുമില്ലേ? ഒരുപാട് സൗഹൃദങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതിനകത്ത് എനിക്ക് ഏറ്റവും തകർന്നു പോയത്, ഞാൻ ഏറ്റവും സൗഹൃദം എന്ന് ഒരാളെ വിചാരിച്ചു, ഞാൻ പേരിപ്പൊ പറയുന്നില്ല, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്റെ അടുത്ത് എന്റെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി പറയുന്ന ഏറ്റവും കൂടുതൽ ഞാൻ ഇറങ്ങിയ എന്നെ മാറിയിരുന്ന് കുറ്റം പറയുന്ന ആ പുള്ളിന്നാ. ആ ടൈമിൽ എന്റെ മൈൻഡ് ഭയങ്കര ബ്രേക്കായി. പിന്നെ അതിന് അകത്ത് വേറെയും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നവരും പുറത്തിറങ്ങി വിളിക്കുമ്പോ അവരുടേതായ ഒരു ഇതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കാനുള്ള ആരും എനിക്കതില് ഫീൽ ചെയ്തില്ല ആരും. പിന്നെയും ഞാൻ അങ്ങനെ ആരുമായിട്ട് ഭയങ്കര കണക്റ്റഡും ആയിരുന്നില്ല. ഇപ്പൊ ജാൻമുനി ആയാലും പുറത്തു വന്നിട്ടാണ്, അതിനകത്ത് ഞാനും ജാൻമുനിയും ഒന്നും മിണ്ടിയിട്ടില്ല. ജാൻമുനി എന്തോ പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ഞാൻ സംസാരിച്ചുള്ളൂ. അവർക്കെതിരെ പൂമാല ഇട്ടിട്ടാണ് ഇറങ്ങിയത്. അതിപ്പോഴും അവര് തന്നെ പറയട്ടാ, എനിക്ക് പൂമാല ഇട്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും കുത്തും. ഇപ്പൊ പുറത്ത് വന്നിട്ട് നമ്മള് ബിഗ് ബോസ് ഫ്രണ്ട്ഷിപ്പ് അല്ല ജാൻമുനി ആയിട്ട്, ഈ പ്രോഗ്രാംസിൽ കണ്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ബാക്കി അപ്സരയൊക്കെ ആയിട്ട് നല്ല കണക്റ്റഡ് ആണ്. അപ്സരനെ അതിനകത്ത് ഞാനൊന്ന്, അതുപോലെ അൻസിബയായിട്ട് ഞാൻ നല്ല കണക്റ്റഡ് ആയിരുന്നു. പക്ഷെ അൻസിബ മൂവി അത് എല്ലാവർക്കും അവരുടെ തിരക്കുണ്ട്. പക്ഷെ അപ്സരയായിട്ട് ഞാൻ നല്ല ക്ലോസ് എപ്പോഴും. ഓക്കെ. ഇപ്പൊ ബിഗ് ബോസിലുള്ളവര് ബിഗ് ബോസിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളായിക്കോട്ടെ ആരായിക്കോട്ടെ പോയി കഴിഞ്ഞാല് പിന്നെ അവര് ഉണ്ടായിരുന്ന ഫെയിമും പോയി അവരുടെ ലൈഫ് നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ? ഉണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ. ഒരുപാട് പേരുടെ ഇപ്പൊ മൂവീസിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നേ നല്ല ഫേമസ് ആയി നിൽക്കുന്നവർക്ക് അത് പോകുന്നു, ഒന്നുമില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ലൈം ലൈറ്റിൽ എത്താൻ കിട്ടുന്നു. അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ നമ്മുടെ സീസണിലായാലും ഉണ്ട്. ഇപ്പം ജാസ്മിൻ ഗബ്രി ബന്ധം എല്ലാരും ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നത് എന്താണ് സീസൺ 6 ഇപ്പൊ അവര് തമ്മിൽ സൗഹൃദമില്ല. കാരണം കുറെ ഇപ്പൊ ലൈം ലൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവരെ കാണുന്നില്ല. ജാസ്മിൻ ഭയങ്കര വിരഹമായിട്ട് പോകുന്നു. എന്താ തോന്നുന്നത്? ഞാൻ രണ്ടുപേരെയും ഫോളോ ചെയ്യുന്നില്ല. എനിക്ക് രണ്ടുപേരെ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലും ഫോളോ ചെയ്യുന്നു. ഒരു ബന്ധമില്ല, കമ്പനി ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. പക്ഷെ ഞാൻ ഏതോ പ്രോഗ്രാമിനൊക്കെ കണ്ടപ്പോ ഒരുമിച്ചായിരുന്നല്ലോ അവര് വന്നിട്ടുണ്ടായിരുന്നേ. ഇടയില് വിരഹമായിട്ടുണ്ടോ എനിക്ക് വലിയ പിടിയില്ല. അപ്പം നമ്മൾ കാണുമ്പോലെ എല്ലാ കാര്യങ്ങളും അവിടെ എത്തുമ്പോൾ നമുക്ക് മൈൻഡ് ഒരുപാട് നമുക്ക് പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ നമുക്ക് കറക്റ്റ്, ചിലപ്പോ നമ്മൾ പറഞ്ഞതൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. എന്റെ ഒരു അഭിപ്രായത്തില് എല്ലാ ടാസ്കിലും എല്ലാ പറയേണ്ടിടത്തും ഞാൻ എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ഞാൻ എന്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ല, അത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ ഒരുപാട് പേര് ഞാൻ ഔട്ടാവുന്ന ടൈമില് ഒരു 10 പേരെങ്കിലും ഞാൻ സംസാരിച്ചതിന്റെ ഒരു 10% സംസാരിക്കാത്ത ആൾക്കാർ അതിനകത്തുള്ളപ്പോഴാണ് ഞാൻ ഔട്ടായി പോകുന്നത്. മേ ബി അത് പ്രൊജക്ട് ആവാത്തതായിരിക്കാം, എന്നെ ഇഷ്ടപ്പെടാത്തതായിരിക്കാം. അല്ല, ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. അത് പഴയ കഴിഞ്ഞത് കഴിഞ്ഞു. അത് ഇനി നമുക്ക് ഒന്നും കൂടിയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി പിന്നിലോട്ട് പോകാൻ പറ്റില്ല, മുന്നിലോട്ട്. അപ്പൊ അഭിഷേക് എന്ന് പറയുന്ന വ്യക്തിക്ക് ബിഗ് ബോസ് കൊണ്ട് ഗുണങ്ങളാണോ നഷ്ടങ്ങളാണോ ഉണ്ടായിട്ടുള്ളത്? എനിക്ക് ഗുണം മാത്രം. കാരണം എന്നെ ആർക്കും അറിയില്ലായിരുന്നു ബിഗ് ബോസിന് മുന്നേ. ബിഗ് ബോസിലൂടെയാണ് അറിയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതും ഓൺലി ബിക്കോസ് ഓഫ് ബിഗ് ബോസ് ആണ്. അല്ലെങ്കിൽ ഒരിക്കലും എത്തില്ല. പുറത്തു പോകുമ്പോ ആൾക്കാർ അറിയണു. ഒരുപാട് പ്രോഗ്രാം ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു 100 days നിന്ന ആളുകളെക്കാളും ഉപരി ഞാൻ പ്രോഗ്രാംസ് എന്നെ വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മേ ബി ഫാഷൻ ഫീൽഡിൽ നിൽക്കുന്നോണ്ടായിരിക്കും അറിയില്ല. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അതുപോലെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. നമ്മളത് പോസിറ്റീവ് സൈഡ് മാത്രം എടുത്ത് യൂട്യൂബിലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അമ്മമാരും അവരൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇതിൽ ഹാപ്പി ആയിട്ട് പോകുന്നു. ബിഗ് ബോസ് അഭിഷേകിനെ പഠിപ്പിച്ച വലിയൊരു ലെസൺ എന്താണ്? ബിഗ് ബോസ് പഠിപ്പിച്ച ലെസൺ ഫുഡിന്റെ വാല്യൂ പഠിച്ചു. ഫുഡ് എപ്പോഴും നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫും അതും. പിന്നെ കുറെ ഫേക്ക് ഫ്രണ്ട്ഷിപ്സ് എന്താണെന്ന് ആരെയും നമ്മൾ ഭയങ്കര വിശ്വസിക്കരുത്. ഭയങ്കര ട്രസ്റ്റ് ചെയ്ത് പുറത്ത് വന്ന അവരായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ മലപ്പുറത്ത് ഇവരുടെ വീട്ടിൽ പോയിട്ട് ബിരിയാണി കഴിക്കണം, മറ്റാളുടെ വീട്ടിൽ പോയിട്ട് അതോ ബിരിയാണി പോയിട്ട് നമുക്കൊരു ചായ പോലും കിട്ടില്ല എന്ന് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അത് വെച്ച് നോക്കുമ്പോൾ മനീഷ് എന്ന് പറയുന്ന വ്യക്തി ഓൾറെഡി അതിനെ പറ്റി പഠിച്ചിട്ട് വന്നു എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. അനീഷേട്ടൻ ആദ്യമേ പറഞ്ഞിരുന്നു അത് വളരെ കറക്റ്റ്. അപ്പൊ പിന്നെ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് തന്നെ എൻ്റെ ഒപ്പം നിന്നിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഇവരെ കുറിച്ച് കുറ്റം എന്ന് വെച്ചാൽ ഇവൾ അതാണ് അവിടെ പാലാരിവട്ടത്ത് പോയി നിൽക്കുന്നവളാണ്, ഇത് അത്ര, ഞാനൊരു എക്സാമ്പിൾ പറയാം, അത്ര മോശം രീതിയിൽ പറഞ്ഞിട്ട് മീഡിയ വന്നപ്പോ ഇവളെന്റെ അനിയത്തിക്കുട്ടിയാ, ഇവളെന്റെ അത്ര എന്റെ വീട്ടിലെ അനിയത്തിന് തുല്യാന്ന് പറയുമ്പോ
ഇങ്ങനെ ഇവർക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർ. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഇനി മാറി നിന്നാ ഇത് തന്നെയായിരിക്കും എന്നെ കുറിച്ച് മറ്റാളുടെ അടുത്തും പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഹാപ്പിയാണ്. അപ്പം ബെറ്റർ നമ്മൾ നമ്മുടെ ലൈഫ് നോക്കി എല്ലാരും ഇതായിട്ട് ഇവര് അത്രയും ഈ പറയുന്ന ഭയങ്കര ക്ലോസ് ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന ആളുകൾ പോലും മാറിയിരുന്ന അത്ര രീതിയിൽ അത്രയും മോശം വിചാരിക്കാത്ത രീതിയിൽ അവൾക്ക് ആ പണിയാണ് ഈ പണിയാണെന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിനും ഭേദം. അപ്പൊ ഈ സീസണിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തോന്നിയിട്ടുള്ളത് ആരാണ്? ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് എല്ലാരും ഇപ്പൊ ഫൈനലിൽ നിൽക്കുന്നവരല്ലല്ലോ, ഓവറോൾ വേദലക്ഷ്മി എനിക്ക് പിന്നെ അല്ല വേദലക്ഷ്മിയെക്കാട്ടും എനിക്ക് തോന്നുന്നു മസ്താനി ആയിരിക്കും ഏറ്റവും വേഴ്സ് ആയിട്ട്. വേദലക്ഷ്മി പിന്നെയും അത് നിന്ന സമയത്ത് ഇച്ചിരി കണ്ടന്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. മസ്താനി കയറി വന്നിട്ട് ബിഗ് ബോസിൽ ഒന്നും പറയാനില്ല. നിന്റെ ബോയ് ഫ്രണ്ടിന് അവിടെ അത് എല്ലാവരുടെയും ചരിത്രങ്ങളാണ് മസ്താനിക്ക് പറയാനുള്ളത്. കാരണം മസ്താനിയുടെ ചരിത്രം ഭയങ്കര ക്ലീൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നെവിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് കീപ്പ് ചെയ്യേണ്ട സൗഹൃദം എന്ന് പറയുന്നത് മസ്താനിന്റെ. എനിക്ക് തോന്നുന്നു മസ്താനി ആ ഒരു ഇത് പറഞ്ഞതിന് ഇന്നഫ് ഫോർ ട്രോമാസും ഇന്നഫ് ഓഫ് നെഗറ്റീവ് കാര്യങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് വന്നപ്പോ എനിക്ക് തോന്നുന്നു മസ്താനി നമ്മൾ കണ്ട മസ്താനി എല്ലാത്തിൽ നിന്ന് ഒരുപാട് മാറി എന്നുള്ളത്. അത് അങ്ങനെ ഇപ്പൊ മസ്താനി അത് കുറെ നെഗറ്റീവ് മാറ്റാനുള്ള ഒരു ഭയങ്കര ശ്രമത്തില. എന്നാലും ബിൻസിയുടെ അടുത്ത് ആ ഉള്ളിലത്തെ വിഷം പുറത്തേക്ക് വന്നു. ബിൻസിയുടെ ഒപ്പമുള്ള തല്ലൂട്ടത്തിൽ നിന്റെ അച്ഛന്റെ ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞ് വന്നു. മസ്താനി കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് റിയൽ സ്വഭാവം പുറത്തേക്ക് വരും. അപ്പൊ നെവിൻ പറഞ്ഞതിനോട് അഭിഷേക് യോജിക്കുന്നുണ്ട്. അപ്പം അത് നെവിനും എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് കാർഡ് വന്ന സമയത്ത് ഏറ്റവും നെവിനായിട്ട് കണക്ട് ആയത് മസ്താനിയാണ്. ഇപ്പൊ മസ്താനി പറയുന്നുണ്ട് നിന്റെ പേജ് ഞാൻ അൺഫോളോ ചെയ്താ, ഞാൻ അൺഫോളോ ചെയ്തത് ഞാനാണ് ആ പേജ് ഹാൻഡിൽ ചെയ്യണം. നെവിൻ വന്നിട്ട് ഫോളോ ചെയ്തിട്ട് എനിക്ക് അവരുടെ എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്തോ മസ്താനി എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു നെവിനെ സപ്പോർട്ട് ചെയ്യണം. അത് നെവിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കറിയാം, എനിക്ക് മസ്താനി പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എന്താണ് മസ്താനിയോട് ഇത്ര ദേഷ്യം? എനിക്ക് മീൻസ് എല്ലാവരുടെയും ഇങ്ങനെ പാസ്റ്റും ഇതുമൊക്കെ പറയുന്ന ഒരു സ്വഭാവം. പിന്നെ പറയുന്നു നമ്മളെ എല്ലാ കമ്മ്യൂണിറ്റിക്കാരെയും വിളിച്ച് അവര് കമ്മ്യൂണിറ്റി ബേസ്ഡിൽ ഇന്റർവ്യൂ ചെയ്തിട്ട് എനിക്കിത് നോർമലൈസ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അങ്ങനെ അപ്പൊ പൈസ ഉണ്ടാക്കാൻ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു കുഴപ്പമില്ല, പക്ഷെ നോർമലൈസ് ചെയ്യാനും ഇതിനും മസ്താനിക്ക് പറ്റൂല. അപ്പൊ ഭയങ്കര ഡബിൾ സ്റ്റാൻഡ്. അല്ലെങ്കിൽ പിന്നെ വിളിക്കരുത് നമ്മളൊന്നും. അപ്പൊ എനിക്ക് അവരുടെ ഒരു ഭയങ്കര വൃത്തികെട്ട സ്വഭാവമായിട്ട് ഫീൽ ചെയ്തു. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ മസ്താനിയാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഏറ്റവും ബെസ്റ്റ് ആയി നെവിൻ ഇല്ലെങ്കിൽ എനിക്ക് അക്ബറിനെയും ഒന്നിലിനെയും ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിൽ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോയിന്റ് വൈസ് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും ഒരു 78 ഡേയ്സോളം നിന്നു പുള്ളിയും. ഈ ഒരു എന്നുവെച്ചാൽ നമ്മള് ലാസ്റ്റ് ഇയറില് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഇയറിലെ എവിഷൻസ് ഭയങ്കര അൺഫെയർ ആയിരുന്നു തോന്നിയിട്ടുണ്ടോ? ഭയങ്കര അൺഫെയർ ആണെന്ന് അല്ല, നമുക്കറിയാം. പുറത്ത് നമ്മൾ കമന്റ്സ് വായിക്കുമ്പോ ആർക്കാ സപ്പോർട്ട് എന്ന് അറിയാം. ഇപ്പൊ ആര്യന്റെ അൺഫെയർ ആയി തോന്നി, പക്ഷെ സ്റ്റിൽ ആര്യന് ഒരു 50 ഡേയ്സോളം ഭയങ്കര ഹേറ്റഡ് ആയിരുന്നു. ഈ അന്ന് മുടി ഷേവ് ചെയ്യാത്ത വിഷയത്തിനൊക്കെ നല്ല ഹേറ്റഡ് ഉണ്ടായിരുന്നു ആര്യന്. പിന്നെ ഭയങ്കര ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവൻ 90 ഡേയ്സ് വരെ അത് വെച്ചിട്ട് എത്തി. അതില് ടാസ്ക് ജയിക്കുന്നതിലല്ല, ആൾക്കാരുടെ ഇഷ്ടം വെച്ചിട്ടല്ലേ അതിൽ നിൽക്കുന്നത്. അപ്പം അൺഫെയർ എനിക്ക് ഇതിൽ തോന്നുന്നു. ജിസേൽ ഒഴിച്ച് ബാക്കിയൊന്നും എനിക്ക് അൺഫെയർ ആയി തോന്നിയിട്ടില്ല. ജിസേൽ കുറച്ച് അൺഫെയർ എവിക്ഷൻ ആയി തോന്നി. ജിസേലിന്റെ ഒരു എവിക്ഷൻ എല്ലാവരും കരഞ്ഞുപോയി, കാരണം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു. അതും പുള്ളി നല്ല റിയൽ ആയി നിന്നു, എല്ലാത്തിലും ഇടപെട്ടു, അങ്ങനെ നല്ല നിന്നിട്ട് പോയത് മോശമായി പോയി. ഓക്കെ, അപ്പം എന്താണ് അഭിഷേകിന് പ്രേക്ഷകരോട് പറയാനുള്ളത്? അബൌട്ട് നെവിൻ ആയിക്കോട്ടെ, ബിഗ് ബോസ് ആയിക്കോട്ടെ, പിന്നെ അഭിഷേകിനെ പറ്റി ആയിക്കോട്ടെ, എന്താണേലും പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് പോകുമ്പോഴേക്കും കപ്പ് കൊണ്ട് ആൾക്കാര് വീട്ടിലെത്തിയിട്ടുണ്ടാവും. അടുത്ത സീസണിലെങ്കിലും PR അല്ലാതെ ജെനുവിനായിട്ട് നിൽക്കുന്നവരെ വോട്ട് ചെയ്യുക, ജെനുവിനായിട്ട് കഷ്ടപ്പെട്ട് അതിൽ കളിക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കുന്ന. ഇപ്പം ഒരു എപ്പിസോഡ് എടുക്കുകയാണെങ്കിൽ തോന്നുന്നു എനിക്കൊരു 90% നെവിന്റെ കണ്ടന്റ്സ് ആണ് അതിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. പിന്നെന്താ പറയണ്ടേ? പിന്നെന്താണ്, അപ്പൊ ബിഗ് ബോസ് തീരുവാണ് സീസൺ 7. അതിപ്പം കുറെ പേര് ബിഗ് ബോസ് കാണുന്നവർക്കൊക്കെ ഭയങ്കര ഒരു വിഷമാണ്. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് കാണും? ചിലര് ലൈവ് മൊത്തം കണ്ടോണ്ടിരിക്കുന്നവരുണ്ട്, അങ്ങനെ ആൾക്കാരുണ്ട്. ഒരു ഡിപ്രഷനിലോട്ട് പോവോ എന്താണ്? കണ്ടില്ലേ RJ ബിൻസി ഒക്കെ യൂട്യൂബില് എല്ലാം ഇട്ട് തുടങ്ങി. അതുപോലെ ഇനി ഇവരും എല്ലാം ഇടും. അപ്പൊ അത് കണ്ടിരിക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്താ പറയാ?
Yes. അപ്പൊ ജാൻമണിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ സേവ് ദ ഡേറ്റ് ഒക്കെ ഇതായി നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞല്ലോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെഡിങ് കമ്പനിയുടെ ഒരു റിസോർട്ടിന്റെ പ്രൊമോഷൻ ഷൂട്ടായിരുന്നു. അപ്പം അതിന് ചെന്നു, അത് ആ രീതിയിൽ പോയി. ഒരു സർക്കാസ്റ്റിക്കലി ഇട്ടതാണ്. അത് നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് കേട്ടോ. നമ്മള് എൻറ്റയർലി പ്രേക്ഷകരിൽ ഒരു ഇപ്പൊ നമ്മുടെ മൈൻഡിൽ ടിപ്പ് ടിപ്പ് ബരസ പാനി എന്ന് പറയുമ്പോ നിങ്ങളുടെ ഡാൻസ് ആണ് ഓർമ്മ വരുന്നത്. അത് നമ്മൾ തമാശക്ക് ചെയ്താന്ന് പോലും മനസ്സിലാക്കാണ്ട് ആ പാട്ട് കൊളാക്കി വൾഗർ അങ്ങനെയൊക്കെ വരണം. നമ്മളൊരു കോമഡി അത്ര ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അത് അല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളും സോറി. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു.